ബ്രഹ്മാത്മകം അതിമനോഹരം വന്ദനം. ഒരു പുഷ്പാഞ്ജലി. അർജുൻ കൃഷ്ണ, രോഹിണി നക്ഷത്രം. അർജുൻ കൃഷ്ണ രോഹിണി നക്ഷത്രം, അത് ഞാനല്ലേ? അല്ല, അതെന്റെ അകന്ന ബന്ധത്തിലുള്ളൊരു കസിനാണ്. ആ കസിന്റെയും പിറന്നാളായിരിക്കുമല്ലേ ഇന്ന്? അല്ല, അത് ആ കസിൻ തളർവാദം വന്ന് കിടപ്പിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഓന്റെ പേരിൽ കഴിപ്പിച്ചത്. ഓഹോ, അപ്പോ കസിനപ്പോ നല്ല പ്രായമുണ്ടല്ലേ? അല്ല, തളർവാദം പിടിച്ച് കിടപ്പിലാണെന്നല്ലേ പറഞ്ഞേ? ആ, അത്യാവശ്യം നല്ല പ്രായമുണ്ട്. ഇത് 3ാമത്തെ വർഷമാണ്. എന്ത്? അല്ല, ഈ ദിവസം തന്നെ തന്റെ കസിൻ അർജുൻ കൃഷ്ണയുടെ പേരില് വഴിപാട് കഴിപ്പിക്കുന്നത് കാണുന്നത്. കഴിഞ്ഞ വർഷം ഏതോ ഒരു ഫ്രണ്ട് ആയിരുന്നില്ലേ അർജുൻ കൃഷ്ണ? ആ, അതിന് ഫ്രണ്ടിന് വേണ്ടി കഴിപ്പിച്ചതേനു. അല്ല, തനിക്ക് ടോട്ടല് എത്ര അർജുൻ കൃഷ്ണനെ അറിയാം? അല്ല, കറക്റ്റ് എന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ, അതും എന്റെ നക്ഷത്രത്തിൽ പിറന്ന എത്ര അർജുൻ കൃഷ്ണനെ തനിക്കറിയാം? എനക്ക് കൊറേ അർജുൻ കൃഷ്ണനെ അറിയാം. തനിക്ക് മാത്രല്ലല്ലോ ഈ അർജുൻ കൃഷ്ണ എന്ന പേരുള്ളത്. ഏയ് നിക്ക്, താൻ പോവല്ലേ? എന്താ? ചാരുവിനെ കാണാൻ പോയില്ലേ നീ? ഓളുടെ കല്യാണം കഴിഞ്ഞത് നീ അറിഞ്ഞല്ലേ? അറിഞ്ഞു, പക്ഷേ ഞാൻ എങ്ങനെ ശങ്കരമംഗലത്ത് ചെല്ല? എനിക്ക് അവളെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ട്. അതെന്തേ, നിനക്ക് ശങ്കരമംഗലത്തിൽ പോയിക്കൂടെ? അല്ല, അവിടെയുള്ളവർക്കൊക്കെ അത് ഇഷ്ടാകോ? അത് ശരി, അതാണാ കാര്യം. നീ നിന്റെ ഫ്രണ്ടിനെ കാണാനല്ലേ ചെയ്യുന്നേ? അതിൽ അവർക്ക് എന്ത് ഇഷ്ടക്കേട് തോന്നാനാണ്? അല്ല, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ? ആഹാ, ഞാനും നീ പറഞ്ഞ ആ വലിയ ആൾക്കാരെ കുടുംബത്തിലുള്ളതല്ലേ? എന്നിട്ട് ആ ബഹുമാനം രുദ്രിക എന്നോട് കാണിക്കുന്നില്ലല്ലോ. അതിന് ബഹുമാനിക്കാൻ തക്കതായ ഒന്നും തനിക്കില്ലല്ലോ. എണേ താനെന്നോ? നിനക്കാളും ഒരു 5-6 വയസ്സിന് മൂപ്പിലാണ് എനക്ക്. അല്ല, തനിക്കിപ്പോ എന്താ വേണ്ട? ഞാൻ ഏട്ടാന്ന് വിളിച്ച് തന്നെ പുറകെ വരണോ? അതൊക്കെ ഞാൻ നിന്നെ കൊണ്ട് വൈകാതെ വിളിപ്പിക്കും മോളെ രുദ്രികേ. എന്തെങ്കിലും പറഞ്ഞിനാ? ഏയ്, ഞാനെന്തു പറയേ? അല്ല, ചാരും ഭീമോട്ടനും തമ്മില് എങ്ങനെ വിവാഹം നടന്നേ? ലവ് മാരേജ് ആണെന്നല്ലേ പറഞ്ഞേ? ലവ് മാരേജോ? അതിനവർ ഒന്ന് സംസാരിക്കുന്നതിനെ ഞാൻ കണ്ടിച്ചില്ലല്ലോ. പിന്നെങ്ങനെ അവർ തമ്മിൽ ലവ്? നിന്നെ കാണിച്ച് എന്നെ അവർ പ്രണയിക്കണമെന്നുണ്ടോ? എന്നാലും എനക്കെന്തോ അതങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ, നീ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കണ്ട, അല്ലാതെ ഞാൻ എന്താ പറയാ? എന്തായാലും ഭീമേട്ടനല്ലേ കിട്ടിയേ. ചാരുവിനെ നല്ല രീതിയിൽ നോക്കും, അതുകൊണ്ട് നല്ലെന്നെ. അതെ, വൈകൃതനാവും.
എപ്പോ കട്ടിയെടുത്തു? ഇന്നലെ. പിന്നെ നിങ്ങളെ കാണാണ്ടൊരു സമാധാനം ഇല്ലേനു. എന്നാലും നിങ്ങൾ പണിക്ക് പോകുന്നതിന് മുമ്പിൽ അമ്പലത്തിൽ വരുന്ന എനിക്കറിയുന്നു. അതാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ. യാമിക, നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്നെ തിരിച്ച് ഇഷ്ടപ്പെടുക എന്ന മോഹവുമായിട്ടാണ് താൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ വെറുതെ ആ പ്രതീക്ഷ മനസ്സിലിട്ട് നടക്കണ്ട. ഞാൻ വിശ്വസിക്കുന്ന എന്റെ മുത്തപ്പേ, നിങ്ങൾ എനിക്ക് തരുന്ന വിശ്വാസം എനിക്ക് നല്ലോണം ഉണ്ട്. യാമിക, ഞാൻ പറയുന്നത് താനൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്ക്. എന്ത് മനസ്സിലാക്കാനാണ്? മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കി തന്നെയല്ലേ. താൻ ഈ വർഷം എന്നോട് ആ കാര്യം തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ ഏട്ടന്റെ ശത്രുവാണ് താൻ. അതുകൊണ്ട് എന്റെ ഏട്ടന് ഒരു കാരണവശാലും നമ്മുടെ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്നല്ലേ? ശരിക്കും പറഞ്ഞ കേട്ട് മടുത്തയായത്. തന്റെ ഏട്ടനെ പോലെ ഒരു സെറ്റല്ല താനെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. യാമിക, ദേ എന്റെ ഏട്ടനെ പറ്റി ഇനി ഒരു അക്ഷരം നിന്റെ വായിന്ന് വന്നാല് ഇതന്നെയാണ് തന്റെ കുഴപ്പം. ആ വീരഭദ്രൻ എന്ത് ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കൂ. അതുകൊണ്ടല്ലേ അയാൾ അർഹിക്കുന്നതിന് പകുതി വെറുപ്പ് താനും കൂടി വാങ്ങുന്നേ. മതി, ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. മിണ്ടിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. നല്ല ഉപദേശങ്ങളൊന്നും തന്റെ ശരിക്കകത്ത് കേറില്ലല്ലോ. ഷേ, അത് വിട്ടേ. അയാളെ പറ്റി പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പോവും. എന്റെ ഏട്ടനെ പറ്റി കുറ്റം പറയാൻ നിനക്ക് 100 നടക്കാമല്ല. പിന്നെ പറയാണ്ടിരിക്കാൻ അയാൾ നല്ല പ്രവൃത്തി ഒന്നല്ലല്ലോ ചെയ്യുന്നേ. അയ്യോ അർജുനാട്ടെ, താനിങ്ങ വന്നേ. കാണാൻ കൊതിച്ചതല്ലേ മൂകം വിതുമ്പുന്ന താരിൽ നാദം മറന്നതല്ലേ. അതിന് നീ എന്തിനെ? ഞാൻ പോന്നേ, അവര് പോയി. ഇതളൂർന്നു വീടൊരു കണ്ണുനീ പല്ല് തേക്കണ്ടേ? പക്ഷേ ബ്രഷ് ആട്ടം വാങ്ങിച്ചിണ്ടാവോ? ചായ കുടിക്കണ്ടേ? താഴെ പോയ ഏട്ടന്റെ അമ്മ എന്നെ കലമ്പോ? എണീച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് താഴെ വന്നൂടെ? നിനക്കെന്താ പല്ലേക്കോ ചായ കുടിക്കൊന്നും വേണ്ടേ? ഇനി വർത്താനം പറയാനും അറിയില്ല എന്റെ മുത്തപ്പ. എനക്കറിയാം. ഓ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞല്ല ഭാഗ്യം. നീ ഭീമന്റെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആണല്ല. നിന്നോട് പറഞ്ഞാലും ഞാനിപ്പോ ഓനോടാന്ന് പറഞ്ഞെങ്കില് ഓനെന്റെ വായ അടപ്പിച്ചേനെ. ഇതാ ബ്രഷും പേസ്റ്റും. പല്ലേച്ചിട്ട് താഴെ വാ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക്. ഇനി താഴെ വരാണ്ട് ഇവിടെ തന്നെ അടങ്ങിയിരിക്കാനാണ് തീരുമാനെങ്കില് ഞാൻ 2 മുട്ടയും കൂടി വെച്ചരാ. വേണ്ട. നിന്റെ പുരിയും താഴെയുണ്ട്. ഓനിനി ഓന്റെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് കേറും. നേരെ വൈകിക്കാണ്ട് പോയി പല്ലേച്ചിട്ട് വരാൻ നോക്ക്. എന്റെ കറി അടുപ്പത്തുണ്ട്, ഞാൻ പോന്ന്. നീ വന്നാ? ദേ ആ കാസറോളിൽ പുട്ടുണ്ട്, പിന്നെ കുക്കറിൽ കറിയൂ. ദേ കിച്ചൺ റാക്കിൽ നിന്നൊരു പ്ലേറ്റ് എടുത്തോ. ഇതെന്തുന്നാ ഒരു കഷ്ണം പുട്ട? ഒരു 2 കഷ്ണം കൂടി എടുത്തേ നീ. ഞാൻ ഇത്രേ കഴിക്കാറുള്ളൂ. ഇതാർക്കാ? കോഴിക്കുഞ്ഞിനെ കഴിക്കാനാ? കോഴിക്കുഞ്ഞ് വരെ കൂടുതൽ കഴിക്കല്ലോ.
ഞാൻ വെറുതെ പറഞ്ഞാണ്. നീ അവിടുത്തെ മേശമ ചെന്നിരുന്ന് തിന്നാൻ നോക്ക്. പതിവ് അമ്മായിയമ്മ പല്ലവി എടുത്താല് ഇതിരുന്ന് മോങ്ങും തോന്നുന്നു. എന്നാലും പെട്ടെന്നങ്ങ് വിട്ടുകൊടുക്കാനും പറ്റൂലല്ലോ. അതിന്റെ മോത കണ്ടിച്ചാണെങ്കിൽ കൂടുതലൊന്നും പറയാനും തോന്നില്ലല്ലോ. എന്നാലും ഈ സ്വഭാവം വെച്ച് ഈ പെണ്ണ് ഇതെങ്ങനെ ഭീമൻ ഇഷ്ടപ്പെട്ട്? ആ അതെന്തെങ്കിലും ആകട്ട്. ഹാ ചാരു, നീ എവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മുറിയിൽ ചെന്ന് നോക്കിയപ്പോ നിന്നെ കണ്ടില്ല. ആ അതമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ആണോ? ഇപ്പോ തലവേദനയില്ലല്ലോ? ഇല്ല, അത് ഉറങ്ങി എഴുന്നേറ്റപ്പോ തന്നെ മാറിയിരുന്നു. ആ ഞാൻ എണീച്ചപ്പോ നീ നല്ല ഉറക്കേനു. അതാ ഞാൻ നിന്നെ വിളിക്കാണ്ടിരുന്നേ. നീ ഉറങ്ങിയിട്ടേന്ന് കരുതി. പിന്നീണ്ടല്ല, കുറച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പുറത്തു പോവും. കാവിൽ ഉത്സവല്ലേ അടുത്ത മാസം. അതിന്റെ ചില പരിപാടികളുണ്ട്. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മേനോട് പറഞ്ഞാ മതി. അമ്മ ഒന്നും പറയില്ല. എന്നാ നീ കഴിക്ക്, ഞാനും പോയി പല്ലേച്ചിട്ട് വരാം. ഏട്ടനപ്പോ ചായ കുടിച്ചില്ലേ? ഇല്ല, ചെടി നനക്കാനുണ്ടേനു. ഇനിയിപ്പോ ഒന്ന് മേലെല്ലാം കഴുകിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. ഇപ്പൊ ഞാൻ അമ്മേന്റെ മുമ്പ് ചെന്ന് വിട്ടാല് അമ്മേന്റെ കയ്യിൽ നിന്ന് നല്ല കലമ്പിട്ടു. അപ്പൊ ഞാൻ മുറിയിലേക്ക് പോന്നേ. നീ വന്നാ? ഞാൻ വിചാരിച്ച നേരത്തെ പറഞ്ഞ പോലെ അവിടെ എനിക്ക് മുട്ട വെച്ചേരണ്ടായിരുന്നു. എന്നാണ് നീ ആ കൊച്ചിനിങ്ങനെ കളിയാക്കുന്നു? പിന്നെ പറഞ്ഞു പോകൂലേ നമ്മളെന്താ അന്യരാന്നാ? ഓളമ്മേന്റെ സ്ഥാനം തന്നെയല്ലേ എനക്ക്. എന്നിട്ട് ഓൾ എന്നോട് എന്തെങ്കിലും വന്ന് മിണ്ടീനാ? ഞാനല്ലേ ഓളോട് അങ്ങോട്ട് പോയി സംസാരിച്ചിനി. അത് എനക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പേടി അയച്ചാണ്. അതെന്തേ? ഒന്ന് സംസാരിച്ചെന്ന് വെച്ചാൽ നമ്മളൊക്കെ അതിനെ പിടിച്ച് തിന്നൂന്ന് കരുതിയാ? മാലതി, നീ ഒന്നും മിണ്ടാണ്ടെന്നേ. നിന്റെ ഇങ്ങനത്തെ വർത്താനം പഠിച്ചിട്ട് തന്നെയാ ഓൾ ആരോട് സംസാരിക്കാൻ വരാണ്ടെന്നേ. നിങ്ങൾക്കൊക്കെ എന്നോട് ദേഷ്യായിക്കൂലേ? അത് പേടിച്ചിട്ടാണ് ഞാന്. ആ നിങ്ങൾ കല്യാണം കഴിച്ചതിന്റെ ദേഷ്യണ്ട്. പക്ഷെ അത് നിന്നോടല്ല, എന്റെ പുന്നാരമോൻ ഭീമനോട് തന്നെയാണ്. അണേ മാരു മതി. ആ കുഞ്ഞിപ്പൊ കഴിയുന്ന പോലെ നിക്കുന്ന കാണുന്നില്ലേ? ആ ഞാൻ നിർത്തി. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കരഞ്ഞെന്ന് വേണ്ട. ഇനി ഓള് കരഞ്ഞെന്നും പറഞ്ഞ് ഭീമൻ എന്റെ മക്കിട്ട് കയറും. അല്ല ചാരു, നീ എന്താ ജോലിക്ക് പോയിട്ടുണ്ടായിട്ടില്ലേ? എന്ത് ജോലിയാണത്? അത് ടീച്ചറായിട്ട് മറ്റേ ശങ്കരമംഗലത്ത് UP സ്കൂളില്. അത് ശരി, ടീച്ചറായിട്ടാണ് നീ ഇങ്ങനെ തൊട്ടാക്കാരി എന്ന സ്വഭാവത്തിൽ നിൽക്കുന്നേ? അത് ശരിയാണല്ല ചാരു. ടീച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടാവല്ലോ. ഞാൻ കുട്ടികളോടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെരുമാറാറ് മുത്തശ്ശി. എന്നിട്ട് നീ പറഞ്ഞ കുട്ടികള് അനുസരിക്കാറൊക്കെ ഉണ്ടാ? ഇടക്ക് അനുസരിക്കാറില്ല. അല്ല, നീ ഏത് വിഭാഗം ടീച്ചറാണ്? ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? LP വിഭാഗാണ്. ഇംഗ്ലീഷാണ് വിഷയം. ആഹാ, അത് നല്ലതാണല്ലോ. ആ ഇപ്പെങ്കിലും മുഖം തെളിഞ്ഞല്ല. ഓള് വിചാരിക്കുന്ന പോലത്തെ രാക്ഷസിമാരൊന്നല്ല നമ്മളൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഏയ് അങ്ങനെയൊന്നുമല്ല. ഓ ഞാൻ വെറുതെ പറഞ്ഞാന്നിപ്പാ. ഇനി അതോർത്ത് ഈ മുഖം മാട്ടാൻ നിക്കണ്ട. അല്ല ചാരു, നിങ്ങൾ എപ്പോ തൊട്ടാണ് പ്രണയിച്ചു തുടങ്ങി? അതന്നെ, മിക്കവാറും ഓനായിരിക്കല്ലേ നിന്നെ ഇഷ്ടാന്ന് പറഞ്ഞു വന്നിട്ടുണ്ടാവാ. അത് ചാരു, നീ ഒന്ന് പോയി നോക്കോ അതാരാന്ന്. ഞാൻ എന്താ ചോദ്യത്തിന് അരിയിടുവാ. ആ ഞാൻ നോക്കാം. രുദ്ര,
ചാരു, നീ ഓക്കെ അല്ലേ? ആ, നീ അകത്തേക്ക് വാ. ഇവിടെയുള്ളവർക്ക് ഇഷ്ടാവോ? ഇവിടെയുള്ളവർക്ക് അങ്ങനെയൊന്നും ഇല്ല രുദ്ര, നീ വാ. മുത്തശ്ശി, അമ്മേ. ഇത് രുദ്രിക, എന്റെ ഫ്രണ്ടാണ്. ആ, മറ്റേ കുടുംബശ്രീത്തെ സുധേന്റെ മോളല്ലേ? ആ, അതെ. ആ, എന്നാ നിങ്ങൾ അവിടെ ഇരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട, ഞാൻ ചാരുവിനെ കണ്ടൊന്ന് സംസാരിക്കാൻ വന്നയാ. ആനാ, എന്നാ നിങ്ങൾ മുറിയിലേക്ക് ചെന്നോ. ചാരു, ഇതാണല്ലേ നിന്റെ കെട്ടിയോന്റെ മുറി. നീ ഇവിടെ ഇരിക്ക് രുദ്ര. ചാരു, ശരിക്കും എന്താ നടന്നേ? നിന്റെ കല്യാണം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവുന്നല്ലേ. അതിനെപ്പറ്റി ആർക്കും അറിയില്ല, രഹസ്യാക്കി വെച്ചിരിക്കുകയായിരുന്നു. നിന്റെ ഇഷ്ടത്തോടെ തന്നെയല്ലേ ഈ വിവാഹം നടന്നേ? ആരുദ്ര, എന്റെ ഇഷ്ടത്തോടെ തന്നെയാ നടന്നേ. പെട്ടെന്ന് നടന്നുകൊണ്ട് ആരും അറിഞ്ഞില്ലായിരുന്നു. ചാരു, നിന്നെ അവരെ നീ ജോലിക്ക് വിടുവോ? അത് ഏട്ടൻ പറഞ്ഞിരുന്നു പോയിക്കോ എന്ന്. ആണോ? അതെന്തായാലും നന്നായി. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ. നീ ഓക്കെ അല്ലേ ചാരു? ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് രുദ്ര. എന്റെ അമ്മക്ക് എന്റെ കല്യാണം കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഏയ് ചാരു, ഇങ്ങനെയൊക്കെ നടക്കാനായിരിക്കും ഈശ്വരൻ വിധിച്ചിട്ടുണ്ടാവുക. എന്നാ ഞാൻ ഇറങ്ങുക ചാരു. എനിക്ക് ഉച്ചക്ക് ശേഷം സ്കൂളിലെത്തണം. നിന്നെ ഒന്ന് കാണാനായാണ് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തേ. അല്ല, ഈ തെയ്യത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അടുത്ത മാസം ദേന്ന് പറഞ്ഞു വരൂലേ? ആ, അത് ശരിയാ. അന്നദാനം എന്തായാലും സ്പോൺസേഴ്സ് ആണ് ഏറ്റെടുക്കുക. ഒരു നേരത്തെ അന്നദാനം എന്തായാലും ശങ്കരമംഗലത്തിന് തന്നെയാവും. ആ, അതെപ്പോഴും അങ്ങനെയല്ലേ. പിന്നെ കുറച്ചു പേര് നേർച്ച വെച്ച തെയ്യങ്ങളുണ്ട്. ഞായറാഴ്ച ഒരു കമ്മിറ്റി യോഗം നടത്തിയാലോ? ആ, ഞാനും കമ്മിറ്റി യോഗം വിളിക്കുമെന്ന് പറയാൻ നിൽക്കലേനു. എനിക്ക് ഉച്ചക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ വന്നേ. ഇടക്കിടക്ക് വന്ന് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനൊക്കെ നല്ല പണിയാ. ഓഫ് തരണ്ടേ അവര്. ആ, ഇനി ബാക്കി പിരിവെടുപ്പും നമുക്ക് ഞായറാഴ്ച തന്നെ ആക്കാം. അല്ല ഭീമ, നിനക്കിനി രാത്രി നമ്മളോടൊപ്പം കൂടാനൊക്കെ നല്ല പണിയായിരിക്കില്ലേ? നിന്റെ ഭാര്യക്ക് അത് ബുദ്ധിമുട്ടാവൂലേ? ആ, ഓക്കത് ബുദ്ധിമുട്ടാവും. കാരണം വീട്ടുകാരോടൊക്കെ ആദ്യം പൊരുത്തപ്പെടണ്ടേ. അതുവരെ രാത്രി കൂടുന്നത് ഞാനങ്ങ് ഒഴിവാക്കി. എന്തെങ്കിലും അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ശങ്കരമംഗലത്തേക്ക് വന്നോ. ആ, ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്നാ ഞാൻ പോട്ടെ. ഒരു കേസിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയാന്ന്. ഇനിയൊന്ന് സ്റ്റേഷനൊക്കെ വരണം. ഞാനും ഇറങ്ങിയത്. ഞാനും സുദേവും കൂടി ഒന്ന് തെയ്യം കെട്ടുകാരെ കാണാൻ പോകുന്നുണ്ട്. ആണോ? എന്നാ നിങ്ങ ആ കാര്യം നോക്ക്. അല്ല ഭാസ്കരേട്ടാ, അവരൊക്കെ ആരാ? നിനക്കറിയില്ല അവരെ? ഇല്ല, ഞാനിവിടെ കുറച്ചല്ലേ ആയുള്ളൂ വന്നിട്ട്. ഇവരെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടൊന്നും അറിയില്ല. ഇവരാണ് ഈ നാട്ടിലെ പാണ്ഡവന്മാര്. പാണ്ഡവന്മാരോ? ആണേ, പറഞ്ഞു വരുമ്പോ ദേ ആ കൂട്ടത്തിലെ യാദവാണ് പാണ്ഡവരിലെ യുധിഷ്ഠിരൻ. ആളിവിടുത്തെ സ്റ്റേഷൻ SI ആണ്. എന്തുണ്ടെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവനാണ് യാദവ്. എന്ത് വലിയ പ്രതിസന്ധി ആണെങ്കിലും കള്ളത്തിലും ചതിയും ഓനൊരിക്കലും കാണിക്കൂല. പിന്നെ രണ്ടാമത്തവനാണ് അവൻ, ഭീമൻ. ശരിക്കും ഭീമൻ എന്ന് തന്നെയാണ് പേര്. ശങ്കരമംഗലത്ത് ഭീമൻ. ഈ നാട്ടിലെ എല്ലാവരുടെയും കൊച്ചമ്പ്രാൻ. പക്ഷെ ഓനങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമില്ലാത്തോണ്ട് എല്ലാവരും ഓനിപ്പോ ഭീമൻ കുഞ്ഞെന്നാണ് വിളിക്കുന്നേ.
നല്ല മനസ്സാണ്, എല്ലാവരെയും സഹായിക്കും. പിന്നെ പാണ്ഡവരിലെ ഭീമനെ പോലെ തന്നെ കുറച്ചെടുത്ത് ചാട്ടം കൂടുതലാണ്. കൈക്കരത്തിൽ ഓനെ വെല്ലാൻ ആരുമില്ലെന്ന് തന്നെ പറയാം. കളരിപ്പയറ്റില് മിടുക്കനാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഓൻ എന്തു ചെയ്യൂ. ദേ അവനാണ് അർജുനൻ. ശരിക്കലത്തെ പേര് അർജുൻ കൃഷ്ണ. ഈ ഭീമന്റെ മേമീന്റെ മോനാണ് അർജുൻ. മഹാഭാരതത്തിലെ അർജുനനെ പോലെ തന്നെ ഏതൊരുട്ടിലും ഇരയെ വീഴ്ത്താനുള്ള പ്രത്യേക കഴിവുണ്ടവന്. പിന്നെ മറ്റു രണ്ടുപേരാണ് നകുലനും സഹദേവനും. ഓൻ നകുൽ, മറ്റോൻ സുദേവ്. ഇവര് രണ്ടും ഒപ്പത്തിനൊപ്പം തന്നെയാണ്. ഹോ, ഭാസ്കരേട്ട കേട്ടിച്ച് അനക്കന രോമാഞ്ചം വന്നുപോയി. അപ്പോ ഇവരെല്ലാം വർഷങ്ങളായി കാണുന്ന നമ്മളെ കാര്യം പറയണോ? ചാരു, അമ്മേനെ പറ്റി ഓർത്തോ മോള്? മോളെ ചാരു, നീ ഇങ്ങനെ വിഷമിക്കാതെ. പോകേണ്ടവരൊക്കെ പോകും. അതിലിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചാരു, അമ്മേന്റെ ആഗ്രഹമായിരുന്നു എന്റെ കല്യാണം. പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം അമ്മക്കുണ്ടായില്ലല്ലോ എന്ന് ഓർക്കുമ്പോ നെഞ്ച് പൊട്ടുക. അമ്മ ഇപ്പോ സ്വർഗത്തിൽ വെച്ച് മോളെ കല്യാണം കണ്ടിട്ടുണ്ടാവും. മോള് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനായിരിക്കല്ലേ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പൊ നീ എന്നാ വേണ്ട സന്തോഷായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നിന്നെ പൊന്നുപോലെ നോക്കി വലുതാക്കിയല്ലേ നിന്റെ അമ്മ. ഇനി നീ നല്ലതുപോലെ ജീവിക്കുന്നത് സ്വർഗത്തിൽ വെച്ച് കാണട്ടെ. നിങ്ങളുടെ കല്യാണം നിന്റെ അമ്മേന്റെ മുമ്പ് വെച്ച് തന്നെയല്ലേ നടത്തിയേ? അമ്മേന്റെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ട് ചാരു. നീ എന്നാ കരയാനുള്ളൊക്കെ കരഞ്ഞേർക്ക്. അങ്ങനെയെങ്കിലും ആശ്വാസമെങ്കിലും ആവട്ടെ. നീ കിടന്നില്ലേ? ഞാൻ വിചാരിച്ച് കിടന്നാണെന്ന്. ഇല്ല, ഏട്ടൻ വന്നിട്ട് കെടുക്കാന്ന് വെച്ച്. ആണാ? ഞാൻ രാത്രി 7 മണി തൊട്ട് 9 മണി വരെ പിള്ളേരെ കളരി പഠിപ്പിക്കലുണ്ട്. അതാണ്. ആ, അമ്മ പറഞ്ഞിനി. പിന്നുണ്ടല്ല, അമ്മ എന്നോട് സംസാരിച്ചു. ആണാ? എന്തെല്ലാം പറഞ്ഞേ? എന്നെ കുറെ ആശ്വസിപ്പിച്ചു. പാവ അമ്മ. നിന്നെക്കാളും പാവാണോ? ഹേ, എന്താ? ഒന്നുമില്ല. ഞാനേ കുളിച്ചിട്ട് വരാം. നീ കിടന്നോ?